ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ നമ്മുടെ ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അപ്പം ഞാൻ ഓർത്തു എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന്. ഞാൻ എംടെക്കിന് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കുറേ കോളേജസിൽ എന്തൊക്കെ കോഴ്സാണുള്ളതെന്നൊക്കെ നോക്കി. അപ്പോഴാണ് ഒരു കോളേജിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും രണ്ടും കൂടി ഡുവൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്ന് കണ്ടതും അങ്ങനെ ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്യുന്നതും. അപ്പം നമുക്ക് ജോലി കിട്ടുമ്പോൾ കുറച്ച് പ്രയോറിറ്റി കിട്ടുമല്ലോ എന്നൊക്കെയായിരുന്നു അന്നത്തെ ഒരു വിചാരം. അങ്ങനെ നമ്മൾ എംടെക് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജസിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് ഇലക്ട്രോണിക്സ് കുറച്ച് ഡിമ്മായിരുന്നു. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴൊന്നും റിപ്ലൈ ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു വേക്കൻസി നോക്കിയിട്ടൊന്നും അല്ലായിരുന്നു. കേരളത്തിലുള്ള സകലമായ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ റെസ്യൂമെ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. പാരലലി ഞാൻ ഒരു പോളി കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഞാൻ റിസൈൻ ചെയ്തു. ഒരു 6 months, ഒരു സെമസ്റ്റർ മാത്രമേ പഠിപ്പിച്ചോളൂ. അത് റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ കയറണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ എങ്ങും കിട്ടിയില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായും പ്രഷർ വരുമല്ലോ. നമുക്കൊന്ന് പള്ളിയിൽ പോകാനോ ഒരു ഫംഗ്ഷന് പോകാനോ ഒന്നും പറ്റത്തില്ല. കാരണം നാട്ടുകാരെല്ലാം വന്നിട്ട് നമ്മളോട് ചോദിക്കും, ജോലി ആയില്ലേ, എംടെക് പഠിച്ചിട്ടും ജോലി ആയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവസാനം എഞ്ചിനീയറിംഗ് കോളേജിൽ എങ്ങും കിട്ടാതിരുന്നപ്പം ഞാൻ മറ്റേ പത്രത്തിൽ വരുന്ന എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ ടെക്നോ പാർക്കിൽ എനിക്കൊരു ജോബ് ഓഫർ കിട്ടിയായിരുന്നു. അത് 2 years ബോണ്ട് വേണം എന്ന് പറഞ്ഞു. അത് ബിസിനസ് എക്സിക്യൂട്ടീവ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അതിനെനിക്ക് പോകണോ വേണ്ടോ എന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. കാരണം നമുക്കൊരു ജോലി ആദ്യമായിട്ട് ഒരു ഓഫർ കിട്ടുന്നതാണല്ലോ. അപ്പോൾ വേണോ വേണ്ടയോ അങ്ങനെ കുറേ ഡിസിഷൻ എടുത്തിട്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാരലലി ചെയ്ത കേട്ടോ കണ്ടന്റ് റൈറ്റിങ്. ഒരു ഇതുപോലെ പത്രത്തിൽ വന്നതാണ്. നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊരു ടോപ്പിക്ക് തന്നിട്ട് അതിനെപ്പറ്റി കണ്ടന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ ആയി. പിന്നെ അവർ നമുക്കിങ്ങനെ ഇലക്ട്രോണിക്സിന്റെ തന്നെ ടോപ്പിക്സ് അയച്ചു തരും. അതിനെ പറ്റിയിട്ട് നമ്മൾ കണ്ടന്റ് എഴുതി കൊടുക്കണം. ഗൂഗിളിൽ നിന്നൊന്നും കോപ്പി ചെയ്തെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ വേർഡ്സിൽ നമുക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്കതൊരു ജോലി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ജസ്റ്റ് ഒരു പാർട്ട് ടൈം ചെറിയ ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ അവിടെ കണ്ടന്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യുവാണെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ആകെ ടെൻഷനായി. കാരണം അത്രയും ഏജും ആവുന്നുണ്ട്. അപ്പോഴത്തേക്കിനും എൻ്റെ കസിൻസിൻ്റെ ഒക്കെ ആണെങ്കിലും കല്യാണമൊക്കെ ആയി. അപ്പോൾ എല്ലാവരും റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് ചോദിക്കുമല്ലോ, എംടെക് ഇത്രയും വയസ്സായില്ലേ, കെട്ടിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പാരൻസിന് നല്ല പ്രഷറായിരുന്നു. അപ്പം പാരലലി മാരേജ് പ്രപ്പോസൽസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഒരു പ്രപ്പോസൽ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ പ്രപ്പോസൽ വന്നിട്ട് പുള്ളി IT ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് നമ്മളോട് എംടെക്കിനൊക്കെ ഇപ്പോൾ എന്തോ ജോലി കിട്ടാനാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഡയലോഗൊക്കെ അടിച്ചു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാ, കേട്ടോണ്ട് നിൽക്കാനല്ലേ പറ്റില്ല. കാരണം ജോലിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ കേട്ടോണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സംസാരമൊക്കെ ഉണ്ടായിട്ട് ആ പ്രപ്പോസൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. അത് ഞാനെടുത്ത ഡിസിഷനാണ്. എനിക്കിപ്പോൾ മാരേജ് വേണ്ട, ജോലിയായി കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നുള്ളത്. എന്തായാലും കുറച്ചുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം, എന്തെങ്കിലും IT-യിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ സമയത്താണ് പാരലലി ഹസ്ബൻഡിൻ്റെ മാരേജ് പ്രപ്പോസൽ വരുന്നത്. അപ്പം പുള്ളിയും ഇതുപോലെ, പുള്ളി IT ആയതുകൊണ്ട് കുറേ ഇൻഫർമേഷൻസ് ഒക്കെ തന്നു. ഇങ്ങനെ പഠിക്കാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻഫർമേഷൻസ് തന്നു. അങ്ങനെയാണ് ഞാൻ IT-യിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ എംടെക് വരെ പഠിച്ചു, എന്നിട്ട് ജോലി ആയില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു അത്രയും ആ സമയത്ത് എത്ര 40,000 30,000 എത്രയാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അത്രയും ഒരു എമൗണ്ടും കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യുവാണ്. എന്നിട്ട് എനിക്ക് ജോലി കിട്ടുമോ, അതും പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ. അത് നമ്മൾ ഫുൾ ആ സമയത്ത് പിന്നെ അങ്ങ് നെഗറ്റീവ് ആവും. കുറേ ജോലി കിട്ടാതിരിക്കുമ്പോഴത്തേക്കിനും ഒരു നെഗറ്റീവ് മൂഡായി. ജോലി കിട്ടില്ല, എല്ലാവരും പറയുമല്ലോ, ഒരു ചുമ്മാ പഠിച്ച് നടക്കുന്നേ ഉള്ളൂ, ജോലിയൊന്നും ആയില്ല. അങ്ങനെ ചുമ്മാ നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും. പിന്നെ എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ലാതെ കിട്ടുമോ, ഇനി ഈ ഒരു പൈസയും കൂടെ 19,000 രൂപ വെറുതെ അതിനും പോവുമോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ ആൾക്കാർ IT-ക്കാർ തന്നെ CS എടുത്തവർ തന്നെ ജോലിക്ക് വേണ്ടി നോക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ. അങ്ങനെ ഫുൾ നെഗറ്റീവ് ചിന്തയായിരുന്നു. പക്ഷെ അവസാനം ഞാൻ വിചാരിച്ചു, ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പായി ഈ ഒരു പൈസയും കൂടെ തന്നെ നമുക്ക് ഇതുകൂടെ ട്രൈ ചെയ്യാമെന്ന്. എന്തായാലും പപ്പ ആ പൈസ സ്പെൻഡ് ചെയ്യാൻ ഓക്കെ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും പഠിക്കാൻ വേണ്ടി പോയി. അത് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഒരു ബെസ്റ്റ് ഡിസിഷനായിരുന്നു കേട്ടോ. അത് ആ ഒരു നെഗറ്റീവ് ചിന്തകളെയൊക്കെ മറികടന്നിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ പോയതൊരു ഭയങ്കര ഒരു നല്ല ഡിസിഷനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ആ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ഒരു വേറെ ലെവലിലോട്ട് പോയെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കും.
അപ്പം കിട്ടുമോ ഇല്ലയോ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം നമുക്കൊരു ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ഇതാണല്ലോ. അങ്ങനെ എന്തായാലും പ്ലേസ്മെന്റിൽ അവിടെ നിന്ന് തന്നെ പ്ലേസ്മെന്റിലാണ് എനിക്കൊരു ജോലി കിട്ടിയത്. പിന്നെ അവിടെ നിന്നാണ് സെക്കൻഡ് കമ്പനി കയറുന്നത്. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഉള്ള MNCയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ ഓർക്കുക, നമ്മൾ ആ ഒരു ഡിസിഷൻ ആണ്, നമ്മൾ MTech വരെ പഠിച്ചു, ഇനിയും പഠിച്ചാലും ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിച്ചിരുന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പം എനിക്ക് നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നമുക്കൊരു വീട് വെക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വണ്ടി എടുക്കാൻ അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്കൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യവും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പല ഫ്രണ്ട്സിനോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവള് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. 10-12 വർഷം, കുറേ വർഷങ്ങളായിട്ട് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ആഫ്റ്റർ 30 ആണ്, 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവൾക്ക് IT-ലോട്ട് സ്വിച്ച് ചെയ്യണമെന്ന് അവൾക്ക് വിചാരം വരുന്നത്. പക്ഷെ ആ സമയത്ത് അവള് ഇനിയിപ്പം IT-യിൽ നമ്മൾ ഇനിയിപ്പം കയറിയിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ അവൾക്കത് കയറാൻ പറ്റത്തില്ലായിരുന്നു. ആ ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനിലാണ് അവൾ IT-യിൽ കയറിയതും. അവൾ ഇപ്പം ഇൻഫിയിൽ ജോയിൻ ചെയ്തു. പിന്നെ ഇപ്പം TCS-ൽ കയറി. അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള സ്റ്റോറി. ഞാൻ എല്ലാവരോടും പറയും. അതുപോലെ കുറേ പേര് ഈ ഒരു 34-33 ആ ഒരു ഏജിൽ IT-യിൽ കയറിയവരൊക്കെ ഉണ്ട്. കുറേ പേര് വിചാരിക്കുമല്ലോ, എന്താ എനിക്ക് ഇത്രയും കരിയർ ഗ്യാപ്പായി, എനിക്കിപ്പം ഒരു ടച്ചും ഇല്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവുമല്ലോ. നമ്മൾ എന്തായാലും കിട്ടാതൊന്നും ഇരിക്കില്ല. നമ്മൾ ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റിലെ അങ്ങ് MNCയിൽ കിട്ടും ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ കമ്പനിയിൽ കയറും. അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് അടുത്ത കമ്പനിയിൽ കയറുക. അവിടുന്ന് എന്തായാലും ഏതെങ്കിലും ഒരു MNCയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. എനിക്കൊന്ന് ഏതൊരു ഏജ് ആണെങ്കിലും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇതിനെപ്പറ്റി പറയാൻ തോന്നി. നമ്മുടെ ഒരു ഡിസിഷൻ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ IT ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ പേരുടെ സ്റ്റോറീസ് അറിയാമല്ലോ. ഈ കുറേ കരിയർ ഗ്യാപ്പ് വന്നിട്ട് ഇങ്ങനെ ജോലിക്ക് കയറി സെറ്റിലായി പോകുന്നവരുടെ കുറേ സ്റ്റോറീസ് നമുക്കറിയാം. അപ്പം നമ്മൾ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ സ്റ്റോറീസ് ഒന്നും അറിയില്ല. അപ്പോൾ കരിയർ ഗ്യാപ്പ് വന്നവരോ എനിക്ക് ഇത്രയും ഗ്യാപ്പ് വന്നു, എനിക്കിപ്പോൾ ഒന്നും അറിയില്ല. കാരണം നമ്മൾ ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കല്യാണം കഴിഞ്ഞ് പിന്നെ കുട്ടിയായി വീട്ടിലെ കാര്യങ്ങൾ ജോലികളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ച ടച്ചും വിടും. നമുക്കിനി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് പോലും ഉണ്ടാവില്ല. ഞാൻ ഈവൻ ടച്ച് ഉണ്ടായിട്ട് തന്നെ ആ ഒരു MTech ടൈമിൽ അത്രയും നെഗറ്റിവിറ്റി ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു ജോലി കിട്ടിയത്. അപ്പോൾ ഇത്രയും കരിയർ ഗ്യാപ്പ് വന്നവർക്ക് എന്തോരം നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. നമുക്ക് ജോലി കിട്ടത്തില്ല, തോക്കുമെന്ന് പേടിച്ച് ചെയ്യാതിരിക്കുന്നതിലും നല്ലതാണ് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കമന്റ്സ് വായിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.